السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب هم فيها خالدون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ റയ്യാൻ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന റമളാൻ പ്രഭാഷണമാണ് ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ വ്യത്യസ്തമായ നഗരങ്ങളിൽ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ കുറേ കാലങ്ങളായി ഈ വേങ്ങര പോലെയുള്ള ഒരു പ്രദേശത്ത് റമളാൻ പ്രഭാഷണം എന്നുള്ളത് ഇതിനു മുമ്പൊന്നും അങ്ങനെ വല്ലാതെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കമാകും എന്ന നിലക്കാണ് ആളുകൾ ഞായറാഴ്ചയിലെ റമളാൻ പ്രഭാഷണത്തിന് വേണ്ടി വളരെയധികം നിർബന്ധിച്ച് വിളിച്ചപ്പോഴും ഈ പ്രാവശ്യത്തെ ഒരു ഞായറാഴ്ച വേങ്ങരയിലാകട്ടെ എന്ന് തീരുമാനിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി ഒത്തുചേരുവാൻ ഇങ്ങനെ ഒരു സംസാരത്തിനും ഇവിടെ അവസരം കിട്ടിയത്. ഈ ഒരു സംസാരത്തെ അള്ളാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നല്ല പ്രതിഫലത്തോടുകൂടെ കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു വാടക വീടിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ ദിവസം ഒരു വാടക വീട് കിട്ടി. അദ്ദേഹത്തിൻ്റെ വൈഫിനും ജോലിയുണ്ട്. അപ്പോൾ താമസിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെയാണ് ഒരു പുതിയ വീട്. വല്ലാതെ സൗണ്ട് വേണ്ടത്. പിന്നെ അപ്പോൾ ഒരു വീട് കണ്ടുപിടിച്ച് അപ്പോൾ ആ വീടിനെ കുറിച്ചുള്ള വർത്തമാനമാണ് ഇന്നലെ കേട്ടത്. ഒരു 2 നിലയുള്ള ഒരു വീട്, എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്. മാത്രമല്ല അവിടുത്തെ ഓരോ പാത്രവും അവിടുത്തെ ക്ലോക്കും അവിടുത്തെ സെറ്റിയും എല്ലാം എത്രയോ കാലം അധ്വാനിച്ചും പണിയെടുത്തും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് അവിടുത്തെ ഓരോ പാത്രത്തിലും ഓരോ വസ്തുക്കളിലും പ്രകടമാകുന്നുണ്ട് എന്നാണ്. സാധാരണ വാടകയ്ക്ക് ചെല്ലുന്ന ആളുകൾ സാധാരണ ചെല്ലില്ല. ഇതെല്ലാം ഉള്ളൊരു വീടാണ്, ചെറിയ വാടക. അപ്പൊ സ്വാഭാവികമായും അന്വേഷിച്ചു ഇങ്ങനെ ഒരു വീട് എങ്ങനെ ഉണ്ടായി. അപ്പൊ ഇതൊരു വീട്ടിൽ താമസിച്ചെന്നാണല്ലോ. അപ്പൊ താമസിച്ച ഒരു വീട് എങ്ങനെയാണ് ഒരു വാടകക്കാരൻ അങ്ങനെ വിട്ടുകൊടുക്കും ആ സാധനങ്ങളോടുകൂടെ? എത്രമാത്രം എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ബെഡ് ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങളെ ബെഡ് കൊടുത്ത് വിരിക്കാം എന്നൊരു സമ്മതമാണ്. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അതൊരു പ്രവാസിയുടെ വീടാണ്. അയാൾക്ക് 2 കുട്ടികൾ. അയാളുടെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പൊ ഭാര്യ മരണപ്പെട്ടപ്പോൾ പിന്നെ വീട് ആവശ്യമില്ലാതായി.
അയാൾ 2 മക്കളെയും ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവരെ പഠനവും കാര്യങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു. ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതും നിർവചിക്കാനാവാത്ത, ഭാവനയിൽ കാണാൻ പറ്റാത്ത ഒരു മാറ്റം. സത്യത്തിൽ ഒരു മരണം അത്രമാത്രം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ ഒരു 25 കൊല്ലം മുമ്പ് ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ മുറ്റത്തും റോട്ടിലും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ എത്ര നേരമാണ് കാത്തിരുന്നത്. ഇന്ന് ആ വീട് ഞാൻ എന്നും കാണുന്ന ഒരു വീടാണ്. ആ വീട്ടുമുറ്റത്ത് ആരുമില്ല, അവിടേക്ക് ആരും വരാറുമില്ല. അതിൻ്റെ തെങ്ങിൽ നിന്ന് വീണ് കിടക്കുന്ന ഉണങ്ങിയ തേങ്ങകൾ അതിൻ്റെ മുറ്റത്ത് കിടക്കും. അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു കസേര, എന്നോ ദ്രവിച്ച് നശിക്കാറായ ഒരു കസേര കിടക്കും. എത്ര വലിയൊരു ബംഗ്ലാവാണ് അവിടെ, ആരുമില്ല. എന്തേ സംഭവിച്ചു? അവിടുത്തെ വീട്ടുകാർ അവർ മരണപ്പെട്ടു. മക്കൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആ പിതാവ് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ പോകും. ആ വീടിന്ന് കൂട്ടിയിട്ട് കിടക്കുകയാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളെ ബേജാറാക്കാനോ ആശങ്കപ്പെടുത്താനോ ഒന്നുമല്ല. മരണം മനുഷ്യനിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയൂ, പ്രതീക്ഷിക്കുന്നതാണ് നമുക്കേവർക്കും നല്ലത്. പ്രതീക്ഷിക്കാൻ സംഭവിച്ചില്ലെങ്കിൽ വേണ്ട, പ്രശ്നമില്ലല്ലോ. പക്ഷെ പ്രതീക്ഷിക്കണം. ഇന്ന് നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ നേരം പുലരുമെന്ന് പ്രതീക്ഷിക്കരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കിട്ടിയപ്പോൾ അതിനെ ചേർത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. സുഹൃത്തുക്കളെ, പക്ഷെ നമ്മൾ ആരും ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മരിക്കും എന്നുള്ള ഒരു ബോധം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന ആത്മാർത്ഥമായ ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ പോലും മരിച്ചു കൊള്ളണമെന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അവിടെ രോഗിയായി കിടക്കുക. 90 വയസ്സുള്ള ഉമ്മ. അവർക്ക് ക്യാൻസർ വന്നതാണ്. ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്, അവിടെ നിങ്ങൾ RCC കൊണ്ടുപോയാണ്. അങ്ങനെ RCCയിൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത്. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ചികിത്സിച്ച് നോക്കാൻ, ക്യാൻസർ അല്ല, അത് മാറൊന്നുമില്ല, ചികിത്സ ആരംഭിച്ചു. അവിടെ ക്യാൻസർ മാറി. എനിക്ക് തോന്നുന്നു 25 കൊല്ലമായി ക്യാൻസർ മാറി. അപ്പൊ അവൻ ഉമ്മ കിടക്കുന്ന റൂമിൽ കൊണ്ടിട്ട് എന്നോട് പറഞ്ഞു ക്യാൻസർ മാറും എന്നതിന്റെ തെളിവാണ് എൻ്റെ ഉമ്മ. ക്യാൻസർ മാറും എന്നതിന്റെ തെളിവാണ് എൻ്റെ ഉമ്മ. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് മരുന്ന് ഉമ്മ കഴിച്ചു, ഉമ്മൻ്റെത് മാറി. 90 വയസ്സിലും ഇന്ന് അവർ മരിക്കാതെ കിടക്കും. എനിക്ക് തോന്നുന്നത് ശരീരങ്ങളൊക്കെ ക്ഷീണിച്ചു പോയി, കൈയും കാലുമെല്ലാം മാംസങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരു കിടത്തം അവരങ്ങനെ കിടക്കും. അള്ളാഹു അവർക്ക് സമാധാനവും സന്തോഷവും രോഗശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? മരിക്കുന്നു വിചാരിച്ച് ബേജാറാകേണ്ട കാര്യം. പക്ഷെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഒരുങ്ങണം. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നീ മരിക്കും, അവരും മരിക്കും. മരിക്കുക തന്നെ ചെയ്യും. എന്തിനാ ഇത്ര ഉറപ്പിച്ച് പറയണത്? ആൾക്കാരെ നടത്തം വർത്താനം ചെയ്തു കോലം കണ്ടാൽ മരിക്കൂലെന്നാ തോന്നുക. പക്ഷെ മരിക്കും എന്ന് മനുഷ്യനോട് അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം മരിക്കുമെന്ന് ആർക്കും ബോധ്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നടത്തം കണ്ടാൽ ഒരു മരിക്കണ കോലമില്ല എന്നതാണ്. പ്രതീക്ഷിച്ചാൽ എന്താണ് സുഖനിറങ്ങൾക്ക് വളരെ സന്തോഷത്തിൽ മരിക്കാം. പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷത്തിൽ മരിക്കാൻ പറ്റും. പല രോഗികളെയും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മരിക്കുമെന്ന് അവർക്ക് ഉറപ്പായി. അപ്പോൾ എന്തൊരു ആ മരണത്തിന് വേണ്ടി അവർ റെഡിയായി, എല്ലാ അർത്ഥത്തിലും മരണത്തിന് വേണ്ടി റെഡിയായി. എന്നിട്ട് അവർ ബന്ധുക്കളോട് പറഞ്ഞു, എല്ലാ സമ്മതവും വാങ്ങി, തീർക്കാനുള്ളതെല്ലാം തീർത്തു. അങ്ങനെ ഒരു യാത്ര ചോദിച്ച് എയർപോർട്ടിൽ നിന്ന് വിമാനം കയറുന്ന പോലെ അവർ സന്തോഷത്തോടെ മനസ്സമ്മതത്തോടെ അവർ മരിച്ചു.
അങ്ങനെ ഒരുങ്ങാനാണ് പടച്ചോൻ നമ്മളോട് പറയുന്നത്. എപ്പോൾ മരിക്കണമെന്നുള്ളതല്ല, മരണത്തിന് വേണ്ടി ഒരു ഒരുക്കം നടത്താൻ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നു. ആ ഒരുക്കമാണ് സുഹൃത്തുക്കളെ ഈ ക്ലാസ്സുകളും ഈ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിനെ ആണെങ്കിൽ എനിക്ക് തോന്നും പലപ്പോഴും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷകളല്ല ഉള്ളത്. അങ്ങനെ ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രതീക്ഷകളാണോ ഉള്ളത്? പ്രതീക്ഷകളല്ലല്ലോ ഉള്ളത്. കാരണം നമുക്ക് വയസ്സാകല്ലേ, അപ്പോൾ പ്രായമാകും തോറും നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇനി വല്ല മരുന്നും തുടങ്ങിയാൽ പിന്നെ ആ മരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിൽ അവസാനിപ്പിക്കാൻ പറ്റിക്കോളുന്നില്ല. മരിക്കുന്ന തലേന്ന് കുടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നിരച്ച രോമങ്ങളൊന്നും ഇനി കറക്കാൻ ഒരു സാധ്യതയില്ല. കൃത്രിമമായി കറുപ്പിക്കാതെ നിരച്ചു പോയ ഒരു രോമത്തിന്റെ സ്ഥാനത്ത് ഇനി കറുത്ത മുടി വരില്ല. അവിടെ ഇനി വെളുത്ത മുടി മാത്രമേ വരൂ. ഇതൊക്കെ നമുക്കറിയാം. അവശ്യമായി കൊണ്ടിരിക്കുന്ന ശരീരമാണ്. കസേരയിൽ ഇരുന്ന് നിസ്കാരം തുടങ്ങി, അത് പ്രായമായിട്ടാണെങ്കിൽ ഇനി ഞാൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങി നിലത്ത് സുജൂദ് ചെയ്യുമെന്ന് പ്രായമായ ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്താണ്, നമ്മൾക്ക് പ്രതീക്ഷകളല്ല ഉള്ളത്. തീർച്ചയായും നമ്മൾ അവശതയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എങ്കിലും സുഹൃത്തുക്കൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടാണ് അവന് സന്തോഷം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് സ്വർഗത്തിൽ പോവാനുള്ള ഒരു വഴിയാണ്. അങ്ങനെയാണ്, മരിക്കാതെ ഒരാളും സ്വർഗത്തിൽ പോകില്ല. മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസമാണ് ആയത്തുൽ കുർസി ഓതിക്കൂടി എല്ലാ നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അവന് സ്വർഗം കിട്ടും. കിട്ടാനൊരു തടസ്സമില്ല. എന്താ തടസ്സം എന്ന് വെച്ചാൽ മരിച്ചിട്ടില്ല, മരിച്ചാലേ കിട്ടും. അപ്പൊ മരിക്കുക എന്നുള്ളത് എന്തിനാ വെച്ചാൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ മരണം സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണെങ്കിൽ, രോഗം മരണത്തിലേക്കുള്ള വഴിയാണെങ്കിൽ, പ്രായം മരണത്തിലേക്കുള്ള വഴിയാണെങ്കിൽ, മരണം സ്വർഗത്തിലേക്കുള്ള വഴിയുമാണെങ്കിൽ, രോഗങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. രോഗങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. മരിക്കണമെങ്കിൽ രോഗം വരണം, മരിക്കണമെങ്കിൽ പ്രായമാകണം. എങ്കിൽ സുഹൃത്തുക്കളെ, പ്രായമാകുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. അതുകൊണ്ട് അൽ മൗതു ബാബുൻ വകുലുൻ നാസി ദാഖിലു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാഉ. അൽ മൗതു ബാബുൻ വകുലുൻ നാസി ദാഖിലു. മരണം ഒരു വാതിലാണ്, എല്ലാവരും ആ കവാടത്തിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാഉ. മരണത്തിനപ്പുറത്ത്, മരണമെന്ന കവാടത്തിനപ്പുറത്ത് തുറന്നു കിടക്കുന്നത് സ്വർഗത്തിന്റെ ഭവനമോ നരകത്തിന്റെ ഭവനമോ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മരണം ഒരു വാതിലാണെങ്കിൽ അത് തുറക്കുന്നത് സ്വർഗത്തിൽ കാണോ നരകത്തിൽ കാണോ എന്നൊന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സമാധാനമാകുമായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇതൊരു ജീവിത കാഴ്ചപ്പാടാണ്. ഇങ്ങനെ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനമായിട്ടും സ്വസ്ഥായിട്ടും സന്തോഷമായിട്ടും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റൊരു ബുദ്ധിമുട്ടില്ല. കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് വിശ്വാസം കൊണ്ടും ദീന് കൊണ്ടും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ലോകത്ത് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, നമുക്കൊക്കെ നല്ല ജീവിത സൗകര്യമില്ലേ, നല്ല വീടില്ലേ, നല്ല സൗകര്യങ്ങളില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെന്താണ് വളരെ ബുദ്ധിമുട്ടിയും വിഷമിച്ചിട്ട്. ഈ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വെക്കുന്ന ചുമടോ ജോലി ഭാരങ്ങളോ മാത്രമല്ല സുഹൃത്തുക്കൾ. ഞാൻ എപ്പോഴും പറയും, രാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ആ ഉറക്കണ്ട് മാറി നമ്മളെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആദ്യം എന്താ മനസ്സിൽ വരാറുണ്ട്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിലവിലുള്ള നമ്മുടെ ജീവിത പ്രയാസം എന്താണോ ആ പ്രയാസം മനസ്സിൽ വരും. രാവിലെ നോക്കുമ്പോൾ നിങ്ങൾ പത്തായത്തിന് എഴുന്നേറ്റ് ഉണർന്ന് എഴുന്നേറ്റിരുന്നാൽ അപ്പം നമ്മുടെ മനസ്സിൽ വരിക, എനിക്ക് ജോലിയില്ലല്ലോ, ഞാൻ രോഗിയാണല്ലോ, എൻ്റെ മോളെ കെട്ടിച്ചോട്ട് പ്രശ്നമാണല്ലോ. എന്താണോ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്ന ബുദ്ധിമുട്ട് അത് മനസ്സിൽ വരും. അത് വരണ്ടാണെന്ന് വിചാരിച്ച കാര്യം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും മനസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യത വളരെ വളരെ കുറവാണ്.
എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ഒരു വിഷയം എല്ലാവർക്കും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലുക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതെല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാനമാണ് മരിക്കുക. നിങ്ങളെ ഞാൻ നല്ലത് കൊണ്ടും ചീത്ത കൊണ്ടും പരീക്ഷിക്കും. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കുറെ അനുകൂലവും കുറെ പ്രതികൂലവുമായ കാര്യങ്ങളുടെ സമ്മിശ്രമാണ്, സമന്വയമാണ് ജീവിതം. അപ്പൊ 70 കൊല്ലം ജീവിക്കാറുണ്ട്. 70 കൊല്ലത്തിൽ കുറെ സന്തോഷങ്ങൾ അനുഭവിക്കുക, കുറെ കഷ്ടപ്പാട് അനുഭവിക്കുക. അതാണ് 70 കൊല്ലം ജീവിക്കുമ്പോഴാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിച്ചു. എന്നിട്ട് ആ പരീക്ഷണങ്ങൾക്ക് അവസാനം വഴിയില്ല തുറച്ചാവും. നിങ്ങളെ ഞാൻ എൻ്റെ അടുത്തേക്ക് മടക്കി പോകുന്നു. അതാണ് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ സഹിക്കല്ലേ സുഹൃത്തുക്കളെ? ഈ സഹിച്ചതിനെല്ലാമുള്ള ഫലം ഇവിടുന്ന് കിട്ടുമോ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ സഹിച്ചതിനൊക്കെ ഉള്ള ഫലം ഇവിടുന്ന് കിട്ടും? കിട്ടൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവിടെ ഡോക്ടർമാരായ 2 ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അവർ ആത്മഹത്യ ചെയ്തതിന്റെ കുറിപ്പിൽ അവർ പറയുന്ന കാര്യം, അവർക്ക് ഒറ്റ മകളും. അപ്പൊ ഇവർക്ക് 2 വയസ്സായപ്പോ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തപ്പോ മകളെടുത്ത് പോകും. വേറെ ആരും നോക്കാനോ വേറൊരു ജീവൻ വേറല്ല അവരെ കൂടെ നിൽക്കും. അപ്പൊ അവിടെ വന്നിങ്ങനെ താമസിക്കുമ്പോൾ ഒന്നുമില്ല, മകളൊക്കെ ചിലപ്പോൾ നേരെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അവരെ മനസ്സിൽ ഒരു തോന്നൽ, മകൾക്ക് ഞങ്ങളൊരു ഭാരമായി. മകള് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ജോലിക്ക് പോകണമെങ്കിൽ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, നമ്മളെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ഇടങ്ങേറ് മകൾക്കുണ്ടോ എന്ന് ഇങ്ങനെ 2 ആളും ചർച്ച ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ അവസാനം എന്താ വെച്ചാൽ, എന്തിനാണ് ഇപ്പൊ നമ്മളെ മക്കളെ നമ്മൾ ഇടങ്ങേറാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 2 പേരും വലിയ ഡോക്ടർമാരല്ലേ, മരിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരു 2 മരിച്ചു. അപ്പൊ എന്ത് പ്രശ്നം? ഒരു മകളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്ന്, ഞാൻ വരുമ്പോ നല്ല മരിക്കുന്നു, പിന്നെ കേടുന്നു അംസോലി പ്രസംഗിക്കുമ്പോഴൊക്കെ നല്ല മരിക്കും. പിന്നെ അപ്പോ ഇത്രയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവസാനം എന്ത് ചെയ്യാണ്? നമ്മളൊക്കെ എന്താ പ്രതീക്ഷിക്കണത്? മക്കളെ നമ്മളെ നോക്കും. മക്കൾ നീ എത്ര നോക്കിയാലും നമുക്ക് സംതൃപ്തിയാവും. എന്താണ്? നമ്മളെ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് അയാൾക്കൊരു ബുദ്ധിമുട്ടാകുന്നതിനെ നമ്മുടെ മനസ്സ് പറയുന്നു. നിങ്ങൾ ഈ അസുഖത്തിന് കിടക്കുന്ന ആൾക്കാർ ചോദിച്ചുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്, വിഷമുണ്ടോ, രോഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയാം ഒന്നുമില്ല, ഇവരെന്നെ നോക്കി ഇടങ്ങേറാകുകയാണല്ലോ എന്ന് പറയാം. നമ്മൾ വിചാരിക്കേണ്ടത് ഞാനിങ്ങനെ കിടക്കണമെങ്കിൽ മരുവൾക്ക് നല്ല ഇടങ്ങേറാണ്, മോൻ ഇടങ്ങേറാണ്, എവിടെ പോലും പോകാൻ പറ്റൂല, ഇന്നൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അവർക്ക് ഇങ്ങനെ നീക്കാൻ കഴിയാത്തൊന്നല്ല അവരുടെ പ്രശ്നം, വേറെ എല്ലാവരും നോക്കി ഇടങ്ങേറാകണമല്ലോ എന്നാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അധ്വാനിച്ചതെല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അധ്വാനങ്ങൾക്കുള്ള എല്ലാ ഫലവും സുഹൃത്തുക്കളെ ഇവിടുന്ന് കിട്ടൂല. ഒരു സംശയം, ഒരു ഗൾഫുകാരൻ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു സംശയം, അതിൽ വലിയൊരു സന്ദേശമുണ്ട്. അതിൻ്റെ ചോദിച്ചാൽ എന്താ വെച്ചാൽ, അയാൾക്ക് നല്ല വരുമാനമാണ് ഗൾഫിൽ. അപ്പൊ എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഈ ഗൾഫ് പോയ നാള് മുതൽ ഗൾഫുകാരന്റെ പണം എന്ന് പറഞ്ഞാൽ പൊതുസ്വത്താണ് അല്ലേ? നമ്മളിപ്പോ ഇവിടെ 1.5 ലക്ഷം റുപ്യ ഇവിടെ ശമ്പളം വാങ്ങിയാലും അത് നമുക്ക് മാത്രം അനുഭവിച്ചാൽ മതി. ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്യണവർക്ക് 1.5 ലക്ഷം വരുമാനം ഉണ്ടെങ്കിലും അത് ഓന്റെയും കുട്ടികളെയും മാത്രം സ്വത്താണ്. 1.5 ലക്ഷം ഗൾഫുകാരുണ്ടെങ്കിലോ അത് നാട്ടേരി പള്ളിക്കാൻ പറ്റിയ മൊത്തം നാട്ടേരി എല്ലാവരെയും പാടെ സ്വത്താണ്. അങ്ങനെയാണ് പേര്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഗൾഫ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, കുടുംബങ്ങളിലൊക്കെ സഹായിച്ചോളണം. അങ്ങനെ അപ്പൊ ഈ സാധു എന്ത് ചെയ്യും വിചാരിച്ചാൽ ആരെന്ത് ചോദിച്ചാലും അതൊക്കെ അങ്ങനെ അയച്ചു. അപ്പൊ അയാൾക്കൊരു സങ്കടം തരങ്ങൾ കുറെ കാലമായിട്ട് അയക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന് തന്നെ കുറച്ച് പണം ആവശ്യമായി വന്നു. അപ്പൊ ആവശ്യമായി വന്നപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ അയാൾ വിളിക്കുന്നവരോടൊക്കെ പറയും കുറച്ച് ടൈറ്റാണ്, ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ എന്താ വെച്ചാൽ ഇതുവരെ കൊടുത്തോലൊക്കെ തെറ്റി, മൂപ്പർക്ക് കുറച്ച് ടൈറ്റ് ആയപ്പോ ഇതുവരെ കൊടുത്ത ആൾക്കാരൊക്കെ എന്തെങ്കിലും തെറ്റി. അപ്പൊ അയാൾ വളരെ സങ്കടപ്പെട്ടിട്ട് വിളിച്ച് ചോദിക്കുകയാണ്, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഈ ആളുകളൊക്കെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ ശത്രുക്കളായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു ഉദാഹരണം പറഞ്ഞു. ഞങ്ങളുടെ
നമ്മുടെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു പണ്ഡിതൻ. അപ്പൊ ആ പണ്ഡിതനോട് വന്നിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, ഇന്നോട് ഒരാൾ നിങ്ങളെ പറ്റി കുറേ വിമർശനങ്ങളും കുറ്റങ്ങളും പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതൻ അയാൾ ചോദിച്ചു, അയാൾ ഇതിനെപ്പറ്റി ഒരു കുറ്റവും പറയാൻ സാധ്യതയില്ലല്ലോ അല്ലേ? അയാൾ പറഞ്ഞു, അല്ല ഞാനങ്ങനെ പറയാൻ കാരണം ഞാൻ അയാൾക്ക് ഇതുവരെ ഒരു ഉപകാരം ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തെങ്കിലല്ലേ നമ്മളെ പറ്റി എന്തെങ്കിലും പറയുള്ളൂ. ഞാൻ അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തല്ലേ, നിങ്ങളെ സ്വത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് അത് കൊടുക്കുന്നത് എനിക്ക് പരലോകത്ത് കൂലിട്ടാലാണ്, അല്ലാതെ ഓരെന്നെ ബഹുമാനിക്കാനോ ആദരിക്കാനോ എന്നോട് നല്ലോണം നിൽക്കാനോ ഒന്നും അല്ല എന്നും വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ അറിയോ, ഓരോന്നും നമ്മൾ തെറ്റിയാലും മുണ്ടിയാലും ഒന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളിതൊക്കെ കൊടുത്തത് അള്ളാഹിന്റെ നിന്ന് പ്രീതി ആഗ്രഹിച്ചിട്ടാണല്ലോ എന്ന് വിചാരിച്ച പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഗൾഫിൽ നിന്ന് ഒരു ബന്ധമില്ലാത്തവർക്ക് പണം കൊടുത്ത ആൾ പോലും എനിക്ക് എന്തേ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ദുനിയാവിൽ അധ്വാനിക്കുന്നതൊന്നും തിരിച്ചു കിട്ടും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് ദുനിയാവിൽ കെട്ടിത്തിരിഞ്ഞ് നേരം പോയാൽ നമ്മൾ പരലോകത്ത് പോയാലും ഇടങ്ങേറാണ്. പരലോകത്ത് പോയാലും ഇടങ്ങേറാണ്. കുറച്ചൊരു സ്വാർത്ഥമാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, റമദാനായ ഞാൻ പറയും, ഇപ്പൊ ഈ ചപ്പാത്തി കമ്പനി പത്തിരി കമ്പനി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പൊടി വാങ്ങണ പൈസേനെ ഉള്ളു ഈ പത്തിരി ചപ്പാത്തിക്ക് വാങ്ങാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കുക, നമ്മളെന്ത് ചെയ്യാം, പിന്നെ കുറച്ചാളല്ലേ അതൊരു 10-30 റുപ്യക്ക് ഒരു പാക്കറ്റ് പത്തിരി വാങ്ങിയാൽ ഇവിടെ സുഖമായി. എന്തിനാണ് ഈ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കഷ്ടപ്പെടുന്നത്? എല്ലാരും ഓതണമാരും 2 ജ്യൂസും 4 ജ്യൂസും ഒക്കെ നിങ്ങൾ ഓതണ്ടേ? ഇന്നലെ ഞാൻ യാദൃച്ഛികമായ ഒരു നാട്ടിൽ ഇഫ്താറിന് എത്തി. അവിടെ പള്ളിക്ക് ഒരു ഇഫ്താർ ക്ലാസ് ഒക്കെയാണ്. അപ്പൊ ഇഫ്താറും ക്ലാസ്സിലും പങ്കെടുത്ത് കഴിഞ്ഞപ്പോ സാധാരണ എന്താ വെച്ചാൽ അവിടെ ഒരു ബിരിയാണിയുടെ പൊതി ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഒന്നാമത്തെ തുറ കഴിഞ്ഞ് പോരുമ്പോൾ എന്ത് ചെയ്യും, ആ പൊതി തന്നെയാണ് നമുക്ക് തരാ. എവിടുത്തെ യാത്ര ചെയ്ത് വന്നതിന് സങ്കടം തന്നെ വേണ്ടത്. നോമ്പ് തുറക്കാൻ പിന്നെ നമ്മളെന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മളെ വീട്ടിലെത്തണം. അങ്ങനെ അപ്പൊ വളരെ അത്ഭുതം. ഇതുവരെ ഇഫ്താറിന് പോയോടത്തൊക്കെ ഓല ബിരിയാണി പൊതി നമ്മളെ വണ്ടിയിൽ വെക്കുക, അങ്ങനെ തിരിച്ചു പോകും. പക്ഷെ ഇന്നലെ ഞാൻ ചെന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അവിടുന്ന് ഒന്നാമത്തെ തുറങ്ങി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരാൾ പറഞ്ഞു, വീട്ടിൽ പോകാതെ രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ എന്തൊക്കെ വിഭവങ്ങളാണ്. അപ്പൊ പ്രതിഫലം നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കും. കുറേ ഗസ്റ്റുമാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഇന്ന് രാവിലെ മുതൽ ഇടങ്ങാറായിട്ടുണ്ടാവുമല്ലോ ഇതിന് വേണ്ടി ചോദിച്ചപ്പോ അതൊന്നുമില്ല, അതൊക്കെ ഇപ്പത്തെ കാലത്ത് അതിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ സഹോദരി എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ക്ലാസ്സിന് വന്ന് പള്ളിക്കെന്ന് നോമ്പ് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളും പോകുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി. പള്ളിക്ക് ആ ക്ലാസ്സിന് അവർ വന്നിരുന്നു, നോമ്പ് പറഞ്ഞിട്ട് തന്നെ അവർ പോകുന്നത്. അതൊരു വിട്ടുവീഴ്ചയല്ല. നമ്മളെ നിസ്കാരം നമ്മളെ ഓത്തും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു പണി ഇല്ലെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം എനിക്ക് അവരുടെ ആ വാക്കിലൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ സഹോദരങ്ങളെ, ഇവിടെ കിട്ടൂല, ഇവിടെ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. നാം ആലോചിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അവസാനം പറഞ്ഞതാണ് നമ്മൾ അർത്ഥം വെക്കണം. എല്ലാവരും മരിച്ചാൽ നമ്മുടെയൊക്കെ കർമ്മത്തിന്റെ കൂലി അവർക്ക് കിട്ടും. ആ കൂലികൾ കണക്ക് കൂട്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ വിജയിച്ചു. പിന്നെ ഒരു പരാജയത്തെ കുറിച്ചോ വിഷമത്തെ കുറിച്ചോ ചിന്തിക്കല. എന്നിട്ട് പറയാണ്, ആ മഹാവിജയത്തിന് എന്താണ് തടസ്സം? സ്വർഗം തേടാൻ എന്താണ് തടസ്സം? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചിക്കാനുള്ളതാണ്. എന്തിനു വഞ്ചിക്കാൻ? സ്വർഗം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതാണ് ദുനിയാവ്. ദുനിയാവ് നമ്മളെ സ്വർഗം നഷ്ടപ്പെടുന്നു. മക്കളെ കണ്ട് കണ്ണഞ്ചുമ്പോൾ, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, സ്വത്തിന് വേണ്ടി സമയം നോക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ കിതച്ചോടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ചെറിയ വിജയങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ വലിയൊരു വിജയം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നാം ആലോചിക്കണം. അതുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇവിടെ നിന്നുള്ളതിന്റെ കൂലി ഇവിടുന്ന് പ്രതീക്ഷിക്കരുത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ കഷ്ടപ്പെട്ടുള്ള എനിക്ക് കൂലി അവിടുന്ന് പ്രതീക്ഷിച്ചാൽ മതി.
ഒരു പ്രശ്നമല്ല, ഇവിടെ ഇടങ്ങേറാണ്ട് കൂലി അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കണക്കില്ലാതെ അല്ല കൂലി കൊടുക്കുന്നത് ക്ഷമക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വൈകല്യമുള്ള കുട്ടിയുണ്ട്, നിങ്ങൾ ആ കുട്ടിനെ നോക്കി കഷ്ടപ്പെട്ടോളി, സ്വർഗ്ഗത്തിൽ പടച്ചോളാം. ഒരു പ്രശ്നം, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊരു മഹാസൗഭാഗ്യമായി വിചാരിച്ചാൽ. ചില സഹോദരിമാരൊക്കെ മെസ്സേജ് ആയിരുന്നു, ഇനി സഹിക്കാൻ പറ്റില്ല, ഇത്ര കാലം പ്രാർത്ഥിച്ച് സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഈ പടച്ചോനോട് തന്നെ ഇഷ്ടക്കുറവ് വരുന്നു എന്തൊക്കെ പറഞ്ഞ മെസ്സേജ് ആയി. അപ്പൊ ഞാൻ അവരോട് പറയും, പടച്ചോന് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാം? പടച്ചോന് നമ്മളെ ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാം? നമ്മൾ ചോദിച്ചതൊക്കെ തരുമ്പോഴാണ് പടച്ചോന് നമ്മളെ ഇഷ്ടമുണ്ടെന്ന് അറിയാം. അല്ല, കഠിനമായ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഒരു മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടമുണ്ട്. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുക്കും. അതെന്തിനാ കഠിനമായ ബുദ്ധിമുട്ട് കൊടുക്കുന്നത്? അതായത് അള്ളാഹ്ക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഇനിയും പരലോകത്ത് കഷ്ടപ്പെടരുത് എന്ന് പടച്ചോൻ തീരുമാനിച്ചു. പരലോകത്ത് ഇനി അവൻ കഷ്ടപ്പെടരുത്. പരലോകത്ത് കഷ്ടപ്പെടാതിരിക്കാൻ എന്താ മാർഗം? ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇവിടുന്ന് കൊടുക്കും. എന്നിട്ട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഇവിടുന്ന് അങ്ങനെ പരിഹരിച്ചു. എന്നാ സുഹൃത്തുക്കളെ, ഇവിടുന്ന് ചെയ്ത തെറ്റിന്റെ ഒക്കെ ശിക്ഷ പടച്ചോൻ അവിടുന്ന് തരാൻ തീരുമാനിച്ചാലോ? അങ്ങനെ മതി. ഇവിടെ ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഇവിടെ പ്രയാസവും വേണ്ട, ഇവിടെ ഒരു പരീക്ഷണവും വേണ്ട, ഇവിടെ ഒരു രോഗവും വേണ്ട, ഇവിടെ ഒരു കഷ്ടപ്പാടും വേണ്ട, ഒക്കെ അവിടുന്ന് തന്നോട്ടെ. വിശ്വാസമുള്ള ആരെങ്കിലും പറയാം, അവിടുന്ന് തന്നോട്ടെ പറയാം. പരിശുദ്ധനായി സംശുദ്ധനായി ഒരു പാപവുമില്ലാതെ അള്ളാഹുവിലേക്ക് അവനെ സ്വീകരിക്കും. നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ തെറ്റ്. അപ്പൊ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പിന്നീട് എന്താ പറയുന്നത്? പടച്ചോനിന്നെ ഇഷ്ടമല്ല, പടച്ചോനിന്നെ ഇഷ്ടമുണ്ട്, അതാ പറയുന്നത്. പടച്ചോനിന്നെ നല്ല ഇഷ്ടമുണ്ട്, അതുകൊണ്ട് പടച്ചോൻ തീരുമാനിച്ചത് ഞാൻ അവിടെ കഷ്ടപ്പെടേണ്ടതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തരുന്നത് എന്താ? ചില തെറ്റുകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നിങ്ങൾ പെട്ടെന്ന് പടച്ചോൻ ഒന്ന് പിടിക്കും, ഓനെന്നെ അഡ്മിറ്റ് ആകും. അപ്പൊ മലന്ന് കിടന്നൊരു ആലോചിക്കും, പടച്ചോനെ ഇത്ര കാലം ഞാൻ അത്രയും മോശമായിട്ടാണ് പോയത്, ഇനി ഞാനൊന്ന് നല്ലോണം പോകാം. എവിടെ ലിവറിൽ ഒരു ചെറിയ കറുത്ത നിറം, അല്ലെങ്കിൽ ആമാശയത്തിന് ഒരു ചെറിയ മുഴ, അതൊക്കെ കാണുമ്പോൾ അവൻ കണ്ണു തുറക്കും. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. വലിയ ശിക്ഷയ്ക്ക് പുറമെ ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിക്കും. അവർ മടങ്ങുന്നതിന് വേണ്ടി, നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി. ഒരു ഇടങ്ങേറോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ഇനിയൊന്ന് നന്നായി ജീവിക്കാം, അള്ളാഹ് എനിക്കൊരു ജീവിതം തിരിച്ചു തന്നതല്ലേ എന്ന് വിചാരിക്കുമ്പോൾ നന്നാവും. നമ്മൾ നന്നാകാൻ വേണ്ടി അള്ളാഹു ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ നിന്നുള്ള നിങ്ങൾക്ക് അധ്വാനം നമുക്ക് പരലോകത്ത് കിട്ടുന്നത് കിട്ടുമോ? ഒരു സമയമില്ല. നിങ്ങളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയല്ലേ സുഹൃത്തുക്കളെ അധ്വാനിക്കുന്നത്? മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ നമ്മൾ അധ്വാനിക്കുന്നത്? അല്ലേ? ഞാനിപ്പോ ഈ റമദാനിലൊക്കെ ഈ ചൂടിൽ നോമ്പ് നോറ്റ് പണിയെടുക്കുന്ന ആൾക്കാരെ കാണുന്നു. എന്താ പണിയാവും എടുക്കുന്നത്? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയ സുഹൃത്തുക്കളെ? ഒരു ചെറിയ നീയത്തിനായാലും. കാരണം കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂലിട്ടുള്ള സ്വതക്കേദാനങ്ങൾ സ്വന്തം അഖിലിന് കൊടുക്കണം. നമ്മളെ മക്കൾക്കും നമ്മളെ ഭാര്യക്കും തിന്നാൻ കൊടുക്കണതിനാണ് ഏറ്റവും വലിയ കൂലി. പക്ഷെ നീയത്ത് വേണം, നീയത്തുണ്ട്. അപ്പൊ ആ സാധുക്കളൊക്കെ കഷ്ടപ്പെട്ട് ഇടങ്ങേറായി ഉണ്ടാക്കുന്ന പൈസ അതിനൊക്കെ പറിച്ചു കൊടുക്കും. കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അള്ളാഹ് ആ ജീവികളിൽ കൊടുക്കും. ഇപ്പൊ ഈ റമദാനിക്ക് നമ്മുടെ ഒരു പരിചയക്കാരൻ മരണപ്പെട്ടു. അദ്ദേഹം രാവിലെ നേരത്തെ പണിക്ക് പോയി, വെയിലല്ലേ, ഉച്ചയാകുമ്പോൾ ഒരു ദിവസത്തെ പണി പൂർത്തിയാക്കി. പക്ഷെ ലോർ നിസ്കരിക്കാൻ നാട്ടിലെ പള്ളിക്ക് എത്തിയ ആ അധ്വാനങ്ങൾക്കൊക്കെ അസ്രായപ്പോഴാണ് അദ്ദേഹം അള്ളാഹുലേക്ക് മടങ്ങിപ്പോയി. അള്ളാഹു കൊടുക്കട്ടെ. ആലോചിച്ചിട്ടുള്ളത് ആ കഷ്ടപ്പാടുകൾക്കൊക്കെ കൂലില്ലേ? നോമ്പിനെ പോലെ കൂലില്ലേ? ആ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശരിക്കും അറിഞ്ഞാൽ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുകളും ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടേ ആവും. ഏറ്റവും വലിയ എന്തൊക്കെ പ്രയാസം അനുഭവിച്ചു അതിനനുസരിച്ചാണ് അള്ളാഹ് പരലോകത്ത് പ്രതിഫലം. എന്തിനാ കണ്ണ് കാണാത്തവർ സ്വർഗം കൊടുക്കണത്? കണ്ണ് കാണാത്തവർ എന്തിനാ സ്വർഗം കൊടുക്കണത്? ഒരു ആഫിലായ ഒരു കണ്ണ് കാണാത്ത കുട്ടി അവനോട് ചോദിച്ചു, അനക്ക് പടച്ചോൻ കുറച്ച് നേരത്തേക്ക് കണ്ണ് തരികയാണെങ്കിൽ,
കുറച്ച് നേരത്തേക്ക് അള്ള കണ്ണ് തരികയാണെങ്കിൽ, കാഴ്ച തരികയാണെങ്കിൽ നീ എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ എനിക്ക് മുസാഫ് ഒന്ന് കണ്ടാൽ മതി. മുസാഫിന്റെ പേജ് അതിൽ തജ്വീദിന്റെ നിയമങ്ങൾ എഴുതിയതും രേഖപ്പെടുത്തുന്നതൊക്കെ ഒന്ന് കണ്ടാൽ മതി. കാണാൻ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. സ്വന്തം ഭാര്യന്റെ മുഖം കണ്ടില്ല, തനിക്ക് ജനിച്ച കുഞ്ഞിനെ കണ്ടില്ല, ഇങ്ങനെ തൊട്ടു നോക്കിയോ. ഹബീബത്തെ ആ ഇഷ്ടപ്പെട്ട കണ്ടുപോയ സ്വർഗം കൊടുക്കും. അപ്പൊ നമ്മൾ കണ്ണാണാത്തോടെ കാണുമ്പോൾ നമുക്ക് സാധാരണ സുഹൃത്തുക്കളെ 10-70 കൊല്ലം കണ്ണാണാ ജീവിച്ച സ്വർഗം കിട്ടുള്ളൂ. എന്താ പ്രശ്നം? ജീവിക്കുമ്പോൾ കണ്ണുണ്ട്, എന്നിട്ട് കണ്ണുപോയ ആളെയാണ് നമ്മൾ മലപ്പുറം സമ്മേളനത്തിൽ കണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ കണ്ണുണ്ട്, പിന്നെ കണ്ണുണ്ട്. എന്താ? പ്രസവത്തിൽ മരിച്ചു, രക്തസ്രാവം വന്ന് മരിച്ചു, രക്തസാക്ഷിയാണ്. വെള്ളത്തിൽ മുങ്ങി മരിച്ചു, രക്തസാക്ഷിയാണ്. അതൊക്കെ ഭയങ്കര സമാധാനമാണ്. ഒരു വന്യജീവി കുത്തിക്കൊന്നു ഒരാളെ കഴിഞ്ഞു. അപ്പൊ അയാളെ ബന്ധുക്കളെ കണ്ടിയാൽ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നോമ്പിലായിരുന്നു അദ്ദേഹം. ഫസ്റ്റ് വാർഡ് നോമ്പിലായിരുന്നു. ഈ കാട്ടുമൃഗം കുത്തിക്കൊല്ലുന്ന സമയത്ത് നോമ്പിലായിരുന്നു. അള്ളാഹു സ്വീകരിച്ച സ്വർഗം. അപ്പൊ സമാധാനമാണത്. ചെറിയ സമാധാനമല്ല. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നും എല്ലാറ്റിനും കണക്കില്ലാത്ത കൂലി തന്നത് അള്ളാഹു സ്വീകരിക്കും. പക്ഷെ സഹോദരങ്ങളെ, എനിക്ക് ആത്മാർത്ഥമായ ചോദ്യം, ആ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടോ? ആ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടോ? ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഖിബലാ. വിശ്വസിക്കുന്നവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു സ്വർഗം കൊടുക്കും. താഴത്തൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഖിബലാ. അവരതിൽ ശാശ്വതരായിരിക്കും. ഒരു മാറ്റത്തെയും അവർ ആഗ്രഹിക്കൂല. എന്താ സഹോദരങ്ങളെ സ്വർഗം പറഞ്ഞാൽ? ആദ്യം നമ്മൾ മനസ്സിലുറപ്പിക്കേണ്ടത് ആ സ്വർഗം ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാകാതെ മനസ്സിൽ. സ്വർഗം ഒരിക്കലും ഇല്ലാതെ പറ്റില്ല. ഒരിക്കലും സ്വർഗം ഇല്ലാതെ പറ്റില്ല, അത് ഉറപ്പാണ്. അതിന് അധികം തെളിവൊന്നുമാണ്. ഏറ്റവും വലിയ തെളിവ് എന്താണ്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടി സംസാരിക്കുന്ന ഈ നന്മ വരെ ലോകത്തെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ അയാളെ 20 സെന്റ് സ്ഥലമാണ് അയാൾക്ക് അങ്ങാടിയിൽ. ആ 20 സെന്റ് സ്ഥലത്തിലെ 10 സെന്റ് സ്ഥലം അയാൾ പള്ളിക്കടന്നു. ഘടന പിളർന്നപ്പോ ആ പള്ളി വേറെ ആൾക്കാർ കൊണ്ടുപോയി. അയാളെ നിസ്കരിക്കാൻ വേണ്ടി അവിടെ സംഭവിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ 10 സെന്റ് സ്ഥലം അയാൾ എന്താഗ്രഹിച്ചു കൊടുത്താ? അത് സ്വർഗാഗ്രഹിച്ചു കൊടുത്താ. അപ്പൊ സുഹൃത്തുക്കളെ, രാത്രികളിൽ ഉറങ്ങാതെ കോടാനക്കോടി മനുഷ്യന്മാർ നിസ്കരിക്കും. ഓനെന്ത് വിചാരിച്ചു? സ്വർഗം കിട്ടും. ആ സ്വർഗം ഇല്ലാതാക്കാൻ പറ്റും? ആ സ്വർഗം ഇല്ലാതാക്കാൻ പറ്റില്ല. ആ സ്വർഗം ഇനി ഇല്ലാതാക്കാൻ പറ്റും. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹുവിന്റെ കരാർ ലംഘിക്കൂല. സഅമല്ലദീന കഫറു അല്ലൻ യുബഅതു. മരിച്ചവർ വരില്ലെന്ന് സത്യനിഷേധികൾ വാദിക്കുന്നു. ബലാ വറബ്ബി ലതുബഅതുന്ന തുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. ബലാ വറബ്ബി, എന്റെ റബ്ബാണ് സത്യം. ലതുബഅതുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. തുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും. വദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് അത് എളുപ്പമുള്ള കാര്യമത്രേ. ഒരു സുഹൃത്തുക്കളെ, ഇല്ലാതാക്കാൻ പറ്റും. സ്വർഗം ഇല്ലാതിരിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ നമ്മൾ തിന്നുന്ന പഴങ്ങൾ എന്തൊക്കെ വ്യത്യസ്തമായ ടേസ്റ്റ്, എന്തൊക്കെ മനോഹരമായ വർണ്ണങ്ങൾ, എന്തൊക്കെ വ്യത്യസ്ത ഇനങ്ങൾ, ദബാത്ത അഫ്നാൻ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു. ആ സ്വർഗ്ഗമില്ലാതെ ഗ്രഹണം നിസ്കരിക്കുന്ന സമയത്ത് ഒരു മുന്തിരിക്കോല അങ്ങനെ സ്വർഗത്തിനടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി അതൊന്നും കൊണ്ട് പറിച്ചിട്ട് ഒപ്പമുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഗ്രഹണ നിസ്കാരത്തിൽ ഒന്നും മുന്നേക്ക് നിന്നതാണ്. പക്ഷെ പറിച്ചിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ. അവരാഗ്രഹിച്ചു പോയി. കാരണം ആ മുന്തിരിക്കോല മദീനാണ്. ലോകാവസാനം വരെ അവർക്ക് അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ആ ഒരു മുന്തിരിക്കോല മതി. അത്ര
അത്രയാണ് സ്വർഗം. അപ്പൊ സുഹൃത്തുക്കൾ, ആ സ്വർഗം കിട്ടണം. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കുറെ ആൾക്കാർ പറയും നമ്മളൊക്കെ സ്വർഗത്തിലാണ്, സന്തോഷത്തിലാണ്. ഈ എന്ത് ഇവിടെ ഉള്ളതിനൊക്കെ ചില പരിമിതികൾ. ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ നല്ല ബംഗ്ലാവിൽ താമസിച്ചാലും റിസോർട്ടിൽ താമസിച്ചാലും ഒന്നും കിട്ടില്ല. ഇവിടുത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴേ കിട്ടുള്ളൂ. ഞാൻ കുഴപ്പമില്ല എന്ന് നമ്മളെ മനസ്സ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരണം. അപ്പൊ സന്തോഷം. ഞാൻ നല്ലൊരു മനുഷ്യനായി തന്നെയാണ് ജീവിക്കുന്നത് എന്ന് എന്റെ രഹസ്യവും പരസ്യമൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ ഭയങ്കര സ്വർഗ സന്തോഷം നമുക്ക് എത്ര ആക്കി പറയാൻ പറ്റുന്നത്? നമ്മളെ മനസ്സാക്കി പറയും. ഇതൊക്കെ കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം, നോമ്പും, പരിപാടി, ഇതിന്റെ എല്ലാ പ്രബോധനത്തിന്റെ ആളുകൾക്കും എൻ്റെ ഉള്ളിൽ ചില തട്ടിപ്പുകളുണ്ട്, ചില സ്വകാര്യതകളുണ്ട്. നിന്റെ കണ്ണിടക്ക് മാറിപ്പോകുന്നു, നിന്റെ ചിന്തകൾ മാറിപ്പോകുന്നുണ്ട്, നിന്റെ ആഗ്രഹങ്ങൾ ദിശ തെറ്റുന്നു. ഇല്ലെന്ന് പറയാൻ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് എന്തോ ഭർത്താവിന് ഒരു താല്പര്യക്കുറവ് പോലെ തോന്നുന്നു. അത്യാവശ്യം കല്യാണം കഴിഞ്ഞു ഒരു 5 വയസ്സായ കുട്ടിയാവും. അപ്പൊ വെറുതെ ഭർത്താവിന്റെ ഫോൺ നോക്കിയപ്പോൾ ഏതൊക്കെയോ പെണ്ണുങ്ങളെ ചിത്രവും ഫോട്ടോയും ചാറ്റിങ്ങും കിടക്കണം. അപ്പൊ ഇവിടെ ചില കുട്ടിയെടുത്താൻ പോയി. എന്നിട്ട് പെണ്ണിക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്താ ചെയ്യണം. ഞാൻ പറഞ്ഞു അയാൾ വിളിക്കുന്നുണ്ടോ നിന്നെ തിരിച്ചു ചെല്ലാൻ? വിളിക്കുന്നുണ്ട്, നീ പോണം. കാരണം പോയാലല്ലേ ഉള്ളൂ. നീ ഇല്ലെങ്കിൽ ഇയാൾക്ക് നീ ഇഷ്ടം പോലെ ചാറ്റ് ചെയ്യാനും പെണ്ണുങ്ങളെ കൊടുന്ന് അവിടെ താമസിപ്പിക്കാനും പറ്റും. നീ കൂടെ നിൽക്കണ്ടേ? നീ ഭാര്യ അതേമാതിരി കൂടെ നിന്ന് നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ നേരായി കിട്ടിയിട്ട് പിന്നെ പ്രതീക്ഷയല്ലേ, പൂവല്ലേ വേണ്ടത്. അപ്പൊ അവൾ ചോദിക്കുന്ന സംശയം, എന്താണ് ഇവരൊക്കെ ഇങ്ങനെയാവണത്? ഈ പ്രായത്തിലുള്ള എന്നെ പോലുള്ള ഒരു സ്ത്രീ അവരുടെ വീട്ടിലുണ്ടാവും. ഇയാൾക്ക് എന്തിനാണ് ഇത്രയും മാന്യമായ ഉയർന്ന പ്രൊഫഷണലായ സമൂഹത്തിൽ ഉന്നത ഡിഗ്രിയും ബിരുദമൊക്കെ ഉള്ള നാട്ടുകാർ കേട്ടാൽ മാനം കെട്ടുപോകുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവരെന്തിനാ ചെയ്യണത്? അതിനൊരു ഉത്തരാണ് അവർക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പൊന്നു സഹോദരി, തെറ്റുകൾ മനുഷ്യൻ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ കാണും വിചാരിച്ചിട്ടല്ലേ. എന്നാൽ ആളുകൾ കാണാതെ തെറ്റു ചെയ്യാൻ ഇന്നെല്ലാവർക്കും സൗകര്യമുണ്ട് നാട്ടിൽ. അതുകൊണ്ട് എല്ലാവരും തെറ്റിലേക്ക് ഒന്നിച്ചൊഴുകുകയാണ്. ആണും പെണ്ണും പിന്നെ ഞാൻ ഇഫ്താറിന് പോയപ്പോൾ ഒരാളെന്നെ ഇഫ്താർ തുറന്നിട്ട് പള്ളിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാളിങ്ങനെ അരയിലൂടെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മളെല്ലാം പ്രസംഗമൊക്കെ കേൾക്കൽ ഒരു ചെറിയ കാര്യം പറഞ്ഞു. 32 ദിവസമായി എൻ്റെ ഭാര്യ പോയിരിക്കുകയാണ്. 3 കുട്ടികളെ കൊണ്ട് എൻ്റെ ഭാര്യ പോയി. എവിടേക്ക് പോയി? അവളിപ്പോൾ ഏതോ ഒരു ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിച്ചു. അവൾക്ക് ഏതോ ഒരു ടാക്സിക്കാരനുമായി കണക്ഷൻ. അപ്പൊ അത് മുമ്പുണ്ടായിരുന്നില്ല, അടുത്തുണ്ടായ. അപ്പൊ ഞാനൊന്ന് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴേക്കും അവൾ കുട്ടികളുടെ അടുത്ത് ഇറങ്ങി. അതാ. അപ്പൊ സുഹൃത്തുക്കളെ, 3 കുട്ടികളുള്ള ഒരു സ്ത്രീ ഭർത്താവിന്റെ അടുക്കൽ നിന്ന് നീ ആർക്കാടി ഫോൺ ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇറങ്ങി. അഭിഹിതങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് ഒരു നോട്ടമെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഒരമ്പാണ് ഒരു തെറ്റായ നോട്ടം. അതെങ്ങാനും നോക്കിയാൽ കടുത്ത പരീക്ഷണങ്ങൾ വരാൻ ആ ഒരു നോട്ടം മതിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു മനസ്സ് വേണം. എന്നിട്ട് നമ്മളുടെ മനസ്സ് നമ്മളോട് പറയണം, നീ വിശുദ്ധനാണ്, ഈ കുഴപ്പമില്ലാത്ത ആളാണ്, അണക്കി നിസ്കരിക്കാനും നോമ്പൊൽക്കാനും ദീനിന്റെ ആളാണെന്ന് പറയുവാനൊക്കെയുള്ള യോഗ്യത നിനക്കുണ്ട് എന്ന് നമ്മുടെ മനസ്സാക്ഷി പറയാത്തിടത്തോളം കാലം ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എത്ര നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയാലും വീട് ഏസിയാക്കിയാലും കാറിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല കാറ് വാങ്ങിയാലും അതിലൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കും, ഇരുന്നിങ്ങനെ അസ്വസ്ഥമാകും. കാരണം മനുഷ്യന് പറ്റൂല. അൽബിർറു വൽ ഇസ്മു, പുണ്യവും പാപവും എന്തെന്ന നിർവചനം നബിയോട് ചോദിച്ചപ്പോൾ അൽബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം തന്നെ നല്ല സ്വഭാവം. നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യനാണ്. നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യനാണ്. നല്ല സ്വഭാവമല്ലാതെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിലോ നല്ല മനുഷ്യനല്ല.
നല്ല സ്വഭാവമല്ലാത്ത എല്ലാം അവനുണ്ട്. നല്ല മനുഷ്യനാണ്. നല്ല സ്വഭാവമുണ്ടോ അവൻ നല്ല മനുഷ്യനാണ്. പിന്നെ എന്താണ് പാപം? നിന്റെ മനസ്സിനെ ചൊറിച്ചിലുണ്ടാക്കുന്നത്. ജനങ്ങൾ കാണാൻ നീ ഇഷ്ടപ്പെടാൻ. അപ്പൊ നമ്മൾ ഉറപ്പിച്ചോളും, ജനങ്ങൾ കാണാനും അറിഞ്ഞാലും അവർക്ക് എന്നെ പറ്റി ഒരു മതിപ്പ് നഷ്ടപ്പെടുന്ന ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നല്ലോ എന്നൊരു കുറ്റബോധം എന്റെ മനസ്സിലില്ല എങ്കിൽ സുഹൃത്തുക്കളെ, സ്വസ്ഥം ഒരു വിഷമം, എന്ത് കടണ്ടായിക്കോട്ടെ, ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, മനസമാധാനം ഉണ്ടാവും. സന്മാർഗം പിൻപറ്റുന്നവരാരോ അവർക്ക് സമാധാനം, സന്മാർഗം പിൻപറ്റുന്നവർക്ക് സമാധാനം. ഈ സമാധാനം മനസ്സിന് കിട്ടുന്നുണ്ടോ എന്ന സ്വർഗം കിട്ടും. ഈ സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സ്വർഗം കിട്ടും. നമുക്ക് സ്വർഗം കിട്ടുമല്ലോ എന്നറിയാൻ ഏറ്റവും വലിയ അടയാളാണ് നമ്മുടെ ഇസ്ലാമികമായ ജീവിതം കൊണ്ട് നമുക്കൊരു മനസ്സമാധാനം ഇവിടുന്ന് കിട്ടുന്നുണ്ടോ, നമുക്ക് സ്വർഗം കിട്ടും. ഹൃദയത്തിലൊരു മനസ്സിലൊരു സ്വർഗം, ആ സ്വർഗം ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ പരലോകത്ത് സ്വർഗത്തിലും പ്രവേശിക്കുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു. ഇവിടെ ഒരു സ്വർഗം ഏതാ? ഈ ഒരു സന്തോഷം. ഞാൻ പടച്ചോനെ, ഞാൻ എനിക്ക് ഉറപ്പാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്റെ കൽപ്പനകൾക്കൊന്നും എതിര് പ്രവർത്തിക്കണില്ല. രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ ഒരേപോലെയാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാവും. ആ കുറ്റബോധം നിലനിർത്തിക്കൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്താലും മനസ്സതിൽ ഒരു സംതൃപ്തി. ഇപ്പൊ നോമ്പിലൊരു സംതൃപ്തി കിട്ടുന്നുണ്ടോ? തെറ്റുകളിൽ നിന്ന് മുക്തമാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഇതിൽ ഇങ്ങനെ കയറി ഏതെങ്കിലുമൊക്കെ അല്പം മനസ്സിരിക്കലുണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ 2 മിനിറ്റ് കണ്ടാൽ മതി. അന്നത്തെ നോമ്പിന്റെ കഥ കഴിയും. പിന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ സൂക്ഷ്മത. അപ്പൊ ഇവിടുത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് ആ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം തെറ്റുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് നമ്മൾ മാറി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹറാമുകളിൽ നിന്ന് മാറി ജീവിക്കുക വലിയൊരു പ്രയാസമുണ്ട്. എല്ലാവർക്കും എല്ലാ തിന്മകളിൽ നിന്നും മാറി ജീവിക്കാൻ ഇവിടെ നിന്ന് പറ്റും. എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതൊക്കെ ഈ റമളാൻ കൊണ്ട് നമുക്ക് പരിഹരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യം. ഈ റമളാൻ കാരണം ഈ നോമ്പിനൊരു പ്രത്യേകത. നോമ്പിന് ഏത് മനുഷ്യനും ഏത് രൂപത്തിലുള്ള മാറ്റവും സാധ്യമാണ്. പക്ഷെ നമുക്ക് സാധ്യമാകാത്ത എന്തുകൊണ്ടാ വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ പള്ളിക്ക് വേണ്ടി പഴയ പള്ളിക്ക് നോമ്പറക്കാൻ ചെന്നാൽ എന്തായാലും അവിടുത്തെ മുക്രിയും കാരണന്മാരൊക്കെ കയ്യിലുണ്ടാകും ഒരു കെട്ട് ബീഡിയും ഒരു തീപ്പെട്ടി. ടോലന്താണ്ട കാര്യങ്ങൾ, ഒരു തുള്ളി വെള്ളം കുടിച്ച് നോമ്പ് തുറന്നാൽ അവർ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ആ വീഡിയോ വലിക്കുക. നിസ്കരിക്കുന്ന മുന്നേ ഒരു ബീഡി മുഴുവൻ വലിച്ചു തീർത്തിട്ട് പിന്നെ നിസ്കരിക്കാൻ പോകും. ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. ഇപ്പൊ അത് കാണാൻ ഭാഗ്യമുണ്ട്. അപ്പോ അന്ന് ഞാൻ ചിന്തിക്കണം എന്താ, ഇവര് വൈകുന്നേരം വരെ ആലോചിക്കണം എന്താ, ബാങ്ക് ഒന്നും കൊടുത്തിട്ട് അവർ വീഡിയോ വലിക്കാറുണ്ട്. ഓന്റെ വീടി വലി മാറും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓരോ വീടി വലി എന്തെങ്കിലും മാറും. ഇതേമാതിരി നമ്മുടെ റമളാൻ ഇത് കുഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ നമ്മൾ കുറെ പരിപാടികൾ ഇങ്ങനെ പെൻഡിങ് ആണ്. അത് ഈ 10 ദിവസം കഴിഞ്ഞാൽ ഓപ്പൺ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഒരു മാറ്റം. ജമാഅത്തിന് പള്ളി പോകാത്തവന് ഇപ്പൊ ഇങ്ങനെ ജമാഅത്തിന് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്ക് അസസ് പോകാൻ ആലോചിക്കുകയാണ്. ഇപ്പൊ 10 ദിവസം ആണ്. ഈ 10 ദിവസം കൂടി ജമാഅത്തിന് പോയിട്ട് നിസ്കാരം നോമ്പ് കഴിഞ്ഞാൽ പോകണം. എല്ലാവരും, ഞാൻ പറഞ്ഞ ആരെയും ഒഴിവാക്കി പറയാൻ, നമ്മൾ എവിടെ നിന്നിരുന്നോ അവിടേക്ക് നാം തിരിച്ചെത്തും. അവിടേക്ക് നാം തിരിച്ചെത്തുന്നുവെങ്കിൽ ഈ റമളാൻ നമ്മളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം മാറണം. എല്ലാവർക്കും മാറാം. ഈ സഹോദരിമാരൊക്കെ പോകും. ചില സഹോദരിമാർക്ക് ഒരു വാശി പോലെയാണ്. അവർ പള്ളിക്കൊക്കെ വരികയാണെങ്കിൽ പോലും ഒരു നിസ്കാരമായി ഒരു പർദ്ദ, ഒരു സാരി, തൊട്ട് ബ്ലൗസ് എല്ലാം ഇട്ടിട്ട് കുറച്ച് വയറും കുറച്ച് കൈയൊക്കെ കാണിച്ച് ഇപ്പോഴും പള്ളികളിൽ പോലും വരുന്ന ആൾക്കാരെ കാണാം. അവർക്കങ്ങനെ നരകത്തിൽ പോകണം വിചാരിച്ചിട്ടൊന്നല്ല. നമ്മൾ ചെയ്യുന്നത് ഇസ്ലാമിനെ അതങ്ങനെ പോയാൽ മതി എന്നൊരു നിർബന്ധം.
ഞാൻ പറയാം സഹോദരങ്ങളെ, അവരിപ്പോ ഒരു പർദ്ദ കെട്ടുകാട് പള്ളിക്ക് വന്നു വിചാരിച്ചോളൂ. അപ്പൊ ചോദിക്കൂ, എന്തിപ്പോ പർദ്ദ കെട്ടു? ചോദിക്കൂല. കാരണം എന്ത് നന്മയിലേക്ക് മാറാൻ റമദാനിന് പറ്റും. ഒന്നാമത്തെ പ്രത്യേകത, ആരും ചോദിക്കൂല. ഇതുവരെ പള്ളി കാണാത്ത ഒരുത്തനെ റമദാന്റെ അന്ന് രാവിലെ സുബഹിക്ക് പള്ളി കണ്ടാൽ ഒരാളും ചോദിക്കൂല, എന്താ പറ്റി പള്ളിയിൽ ചോദിക്കൂല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും റമദാനായ അങ്ങനെയാണ്. റമദാനിൽ നമുക്ക് മാറാം, എല്ലാ തിന്മകളും മാറി എല്ലാ നന്മകളിലേക്കും വരാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ അത് വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, തിന്മകളിൽ നിഷിദ്ധങ്ങളിൽ നമ്മൾ പൂർണ്ണമായി വിട്ടുന്നത്. കാരണം കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന്, കുറെ നന്മകളുണ്ട്. ഞാൻ പറയും, സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ആലോചിച്ചു പഠിച്ചു ഈ ഇടങ്ങേർപ്പെന്താ തീർന്നിട്ട് ഈ വിഷമം നീങ്ങി കിട്ടുക. കാരണം ആ വിഷമം നീങ്ങാൻ ഏറ്റവും വലിയ പരിഹാരമാർഗം അള്ളാഹുവിന് തഖ്വയുള്ള ജീവിതം കൊണ്ട് നമ്മുടെ ഇഷ്ടമായി കഴിഞ്ഞാൽ പടച്ചോൻ നമ്മളെ എല്ലാ പ്രശ്നവും പരിഹരിക്കും. അത് അള്ളാഹ് നമുക്ക് തന്നൊരു ഉറപ്പാണ്. അള്ളാഹു ഒരു മഖ്റജ്, എക്സിറ്റ്, നമ്മളെ ഇടങ്ങേറായി ഇതിനോട് അള്ളാഹു നമുക്ക് പുറത്തേക്ക് കടക്കണം. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ നിരാകരിച്ച് ജീവിക്കുന്നവരാണെങ്കിലോ ഫലിയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്ക് പരീക്ഷണങ്ങൾ വരുന്നത്, കഠിനമായ ശിക്ഷ വരുന്നത്. അപ്പോ സ്വർഗം നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയൊക്കെ കാര്യം നിങ്ങൾ ഉറപ്പ് വരുന്നത്. നമ്മുടെ മക്കളെ കാര്യം ഭയങ്കര അപകടത്തിലാണ്. വെറുതെ ഞാൻ ഭയപ്പെടുത്താൻ പറ്റില്ല, നിങ്ങളൊക്കെ അത് ഗൗരവത്തിൽ എടുക്കണം. മക്കളെ കാര്യം മനസ്സിലായി, നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടു. നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പുറത്ത് ട്യൂബിട്ട് കിടക്കുന്ന ഒരു പ്രായമായ ആളുണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഉമ്മ അവിടെ അങ്ങനെ കിടക്കുകയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കുത്തിക്കലക്കിയിട്ട് ആ പൈപ്പിലൂടെ കൊടുത്താൽ അതാണ് അമ്മന്റെ ഭക്ഷണം. നമ്മളിപ്പുറത്ത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പോലും ഒരു മനസ്സന്തോഷം നമുക്ക്. എന്നങ്ങൾ ആലോചിക്കണം, നാളെ പരലോകത്ത് നരകക്കാരും സ്വർഗക്കാരും പരസ്പരം കാണും. നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കുടുംബക്കാരൊക്കെ സ്വർഗത്തിലേക്കാരാണ്, അഥവാ നരകക്കാരും സ്വർഗക്കാരും നടത്തുന്ന സംഭാഷണങ്ങൾ ഖുർആനിൽ കാണാം. പുരോഹിതന്മാരും അനുയായികളും തമ്മിലുള്ള സംഭാഷണങ്ങൾ കാണാം. നമ്മൾ ആലോചിക്കും, നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു. കാരണം നഷ്ടപ്പെട്ടു പോകാവുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. രണ്ട് കാരണങ്ങൾ. നിങ്ങൾ വിചാരിക്കും നമ്മുടെ കുട്ടികളെ മദ്രസ പോണില്ലേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോണില്ലേ, സിയാരി പോണില്ലേ എന്നൊക്കെ പറയാം. സഹോദരങ്ങളെ, മനസ്സ് മാറാൻ കുറഞ്ഞ സമയമേ. ഇപ്പൊ ഒരു സഹോദരി 5 കുട്ടികളാണ്, 5 മക്കളെ. അവരെന്താ പറയുന്നത്? ഭർത്താവ് പറയും, എനിക്ക് എൻ്റെ ഇതിലൊന്നും വിശ്വാസം, ഈ ഖുർആനൊക്കെ എന്ന് പറഞ്ഞാൽ ആരോ ഉണ്ടാക്കിയ കള്ളത്തരങ്ങളാണ് എന്നയാളെ പരസ്യമായി പറയും. അപ്പോ ഇവളുടെ സംശയം, ഇങ്ങനത്തെ ഒരു ദൈവനിഷേധത്തിന്റെ കൂടെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് ആൾക്കാരൊക്കെ പറയാം. ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇത്ര കാലം നിസ്കരിച്ച ഒരാൾക്ക് ഇങ്ങനെ മാറ്റം വന്നു. മാറ്റം ഇപ്പതാ മക്കൾ നിസ്കരിച്ചിരുന്ന എത്രയോ മക്കൾ നമസ്കാരം ഉപേക്ഷിച്ച് കോളേജുകളിൽ നിന്ന് വരുന്നു. എന്ത് പരിഹാരമാർഗങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ ക്ലിയറായി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഭയങ്കര അവരെ സംശയങ്ങൾ തീർത്തു കൊടുക്കണം. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ സദസ്സിൽ വെച്ച് സംശയം ചോദിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്തൊക്കെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹിനെ കുറിച്ച്, ഖലാഖത്തിനെ കുറിച്ച്, വിധിയെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ഒക്കെ ചോദിക്കുമ്പോൾ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടികൾ അവർക്ക് കിട്ടണം. ഉണ്ടല്ലോ ഇസ്ലാമിലുണ്ടല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക വിമർശകന്മാർ ഇസ്ലാമിൽ വരുന്ന ഒന്നുകൊണ്ടാണ്, മറുപടി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആ മറുപടി പറയാനും മറുപടി എത്തിക്കാനും കഴിയണം. രണ്ടാമത് നമ്മുടെ കുട്ടികൾ ഇസ്ലാമിന് പുറത്തെടുക്കുന്ന രണ്ടാമത്തെ വഴി ഏതാണ്? അത് അധാർമികതയാണ്, തിന്മകളാണ്. അതിനു വേണ്ടിയാണ് അവർ പുറത്തെടുക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ പോരുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോരുമ്പോൾ എനിക്ക് കിട്ടിയ ഫോണാണ്. ഒരു കുട്ടി എന്തോ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണ്. 2 കൊല്ലം കുഴപ്പമുണ്ടായിരുന്നു. 3ാമത്തെ കൊല്ലമായപ്പോൾ എന്തൊരു സാധനം വെച്ച് തുടങ്ങി. വെച്ച് തുടങ്ങിയിട്ട് വീട്ടിലെത്തിയ തരങ്ങൾ ഒരു ഉമ്മയാരാണല്ല വാപ്പയാരാണ്. ഉമ്മനോടൊക്കെ പാച്ച തീറി പറയും. അപ്പൊ ഇനി മോനെന്താ കാട്ടുന്നത്? ഒരു നിമിഷം മതി, ഒരു കുട്ടി നഷ്ടപ്പെട്ടു. അതൊന്നും വേണ്ട.
നിങ്ങൾ ഈ സ്കൂളിന് കോളേജിന് മുന്നിൽ പോയി നോക്കി നിങ്ങൾ 5ാം ക്ലാസ് മുതൽ അതിനും താഴെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ്. ഞങ്ങളുടെ കോളേജിന്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ചെറിയ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ ഈ കുട്ടികളെന്താ ഓലോലെ കാമുകികാന്മാരെ ഫോട്ടോ എടുക്കാണ്. കൊല്ലം അവസാനിക്കുമ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവിടുത്തെ UP സ്കൂളിൽ LP സ്കൂളിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാണും പെണ്ണും അടുത്ത് പെരുമാറിയാൽ അവർ പരസ്പരം ആഗ്രഹിച്ചിരിക്കും. പിന്നെ അവർക്ക് ഒന്നായേ പറ്റൂ. പിന്നെ ജീവിതത്തിൽ അവർക്ക് ഒന്നായേ പറ്റും. വേറെ കല്യാണം കഴിഞ്ഞാലും അവർക്ക് ഒന്നായേ പറ്റും. ഒന്നാകാൻ പറ്റില്ലെങ്കിൽ ഇനി ഒന്നാവുക എന്നതിനപ്പുറം ഈ ലോകത്ത് അവർക്കൊരു ആഗ്രഹം. അത് നടക്കൂലെങ്കിൽ മരിക്കുന്നു. കഴിഞ്ഞ ഞാൻ പരിപാടി പോയപ്പോൾ ഒരു പയ്യനെ മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവരെ സുഹൃത്ത് കൊടുക്കും. ഞാൻ ഉറപ്പിച്ചു ഒരു 21 വയസ്സായ ഒരു മാനസിക പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ചോദിച്ചു ഒരു പ്രേമ നൈരാശ്യം. ഓൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഓനെ വേണ്ടാന്ന് പോയി. എത്ര നല്ല ബുദ്ധിയുള്ള ഒരു ചെക്കനാണ്. നല്ല മാർക്കോടെ പാസ്സായി. ആ പാസ്സായ അതേ വിഷയത്തിൽ ജോലി കിട്ടി. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ അന്തമുട്ട് നടക്കട്ടെ. നമ്മുടെ മക്കൾ അപകടത്തിലല്ല. നമ്മുടെ സ്വർഗത്തേക്ക് വരണമെങ്കിൽ സഹോദരങ്ങൾ അവരെ ബോധ്യപ്പെടും. അതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. അതിനൊക്കെയുള്ള സന്ദർഭങ്ങൾ ഈ വെക്കേഷൻ ക്ലാസ് വരാനാവും. +2 കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് 7 ദിവസത്തെ ക്യാമ്പ്. SLC പഠിച്ച് പാസ്സായ കുട്ടികൾക്ക് 8 ദിവസത്തെ ക്യാമ്പ്. അതിലൊക്കെ 10-40 കുട്ടിയൊക്കെ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ അത്തരം സ്ഥലങ്ങളിൽ എത്തണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അള്ളാഹുവിന്റെ ആ സ്വർഗം അവിടെ നമുക്ക് സ്വസ്ഥമാണ്. ഈശത്തും റാദി. എന്താണ് സ്വർഗത്തിന്റെ ഓരോ പേരുകൾ? ഈശത്തും റാദി, സംതൃപ്തകരമായി. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒന്നും സംഭവിക്കും. ഇഷ്ടപ്പെടാത്തൊരു വാക്ക്, ഇഷ്ടപ്പെടാത്തൊരു നോട്ടം, ഇഷ്ടപ്പെടാത്തൊരു പെരുമാറ്റം, ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണം ഒന്നുമില്ല. സംതൃപ്തകരമായി. സ്ഥിരതാമസത്തിന്റെ ലോകം. സ്ഥിരതാമസം അവിടുത്തെ എങ്ങോട്ട് പോകണ്ട, ഒരിക്കലും നഷ്ടപ്പെടും. സ്ഥിരതാമസം, ദാറുൽ ഖുൽദ്, ശാശ്വത ഭവനം. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം, ശാന്തിയുടെ ഭവനം, രക്ഷയുടെ ഭവനം. എല്ലാ ദോഷങ്ങളിൽ നിന്നും സുരക്ഷിതമായി മനസ്സമാധാനം, മനസ്സന്തോഷവും കിട്ടുന്ന ആ സ്വർഗം നമ്മൾ ആഗ്രഹിക്കണം. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 3 വട്ടം സ്വർഗം തരണം മനസ്സ് തട്ടി ചോദിച്ചാൽ ഒരു സ്വർഗം കിട്ടിയിരിക്കുന്ന എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ സ്വർഗം തന്നെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ പരിശുദ്ധ മാസത്തിൽ സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിന് നമ്മൾ ചോദിച്ചു ആഗ്രഹിച്ചു. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. 2 ക്ലാസ് ആവുമ്പോൾ കുറച്ച് നീണ്ട സമയമാണ്. ആളുകൾക്കൊക്കെ ഏകദേശം പിരിഞ്ഞു പോകാനുള്ള സമയമായി. നോമ്പാവുമ്പോൾ നമുക്കൊക്കെ 1 മണിക്കൂറൊക്കെ തന്നെ സംസാരിക്കാനും കഴിയും. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇവിടെ പുതിയതായി ആരംഭിച്ച ഈ റമദാൻ പ്രഭാഷണം ഇനിയുള്ള റമദാനുകളിൽ തുടർന്നു പോകത്തക്ക വിധത്തിൽ നിങ്ങൾ ഓരോ ക്ലാസ്സിന് വരുമ്പോൾ നമ്മുടെ പരിചയക്കാരെ ആൾക്കാരെ വിളിച്ചു വരിക. വളരെ ക്ലാസ് എടുക്കുന്ന ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് പല നാട്ടിൽ. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകൾ ഇതിന്റെ കാര്യങ്ങൾ കേൾക്കും മാറും ചെയ്യുമ്പോഴല്ലേ അവർക്ക് കൂലി കിട്ടുക. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ പരമാവധി പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഇത്തരം സൽപ്രവർത്തനങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതിലർഹമായ പ്രതിഫലം നൽകുമാറാണ്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ സഹോദരങ്ങളുടെ ദീന് എല്ലാ ജനങ്ങളിലേക്കും സത്യമായ നിലയ്ക്ക് എത്തിക്കുവാനുള്ള ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ പള്ളികളും അതിൻ്റെ സ്ഥാപനങ്ങളും അതിൻ്റെ ജാമ്യവും എല്ലാം ആ ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എല്ലാം നിർമ്മാതാക്കളും നിലനിർത്തേണ്ടവരും നമ്മളെല്ലാവരുമാണ്. എല്ലായിടത്തും നമ്മുടെ സഹകരണങ്ങളും നമ്മുടെ പിന്തുണകളും പ്രോത്സാഹനങ്ങളും എല്ലാം ഉണ്ടാവണം എന്ന് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളിലും കബൂൽ ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾക്ക് മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളെയും നമസ്കാരങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിൽ ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.